ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ എൻ്റെ ഫേസ് കാണുമ്പോൾ തന്നെ എന്തോ ഒരു പൂർണ്ണതക്കുറവ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ലേ? അത് തന്നെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. മറ്റൊന്നുമല്ല, ഞാൻ ഇന്ന് എൻ്റെ കയ്യിലുള്ള അതായത് അടിപൊളി കിടിലനായിട്ടുള്ള 4 ന്യൂഡ് ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് ആണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡ്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് എല്ലാം തന്നെ അഫോർഡബിൾ പ്രൈസ് ആണ്, ഹൈലി പിഗ്മെൻറ്റഡ് ആണ്, സ്മച്ച് പ്രൂഫ് ആണ്, വാട്ടർ പ്രൂഫ് ആണ്. അതോടൊപ്പം തന്നെ അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ നല്ല രീതിക്ക് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ലിപ്സ്റ്റിക് ഒക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ബ്രാൻഡ് ഏതാണെന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, റീസെൻ്റ് ആയിട്ട് ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ബ്രാൻഡ് തന്നെയാണ്, മാൾസിൻ്റെ ആണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മുടെ മാൾസിൻ്റെ ലിപ് പിൽസ് ആണ്. ഇത് 3 ന്യൂഡ് ഷെയ്ഡ്സ് ആണ്, 3 നമുക്ക് കോംബോയിലാണ് കിട്ടുന്നത്. അടുത്തതും നമ്മുടെ മാൾസിൻ്റെ ഖൂബ്സൂരത് കുച്ചിപ്പിടി. അപ്പോൾ ഇതെല്ലാം ഞാൻ അപ്ലൈ ചെയ്ത് കാണിക്കാം എൻ്റെ ചുണ്ടിൽ, എന്നിട്ട് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എത്രത്തോളം നല്ലൊരു ഹൈലി പിഗ്മെൻറ്റഡ് ആണ്. അതോടൊപ്പം തന്നെ 1 സ്ട്രോക്ക് ആപ്ലിക്കേഷനിൽ തന്നെ നമുക്ക് നല്ല രീതിക്ക് പിഗ്മെൻറ്റേഷൻ നമ്മുടെ ലിപ്സിന് കിട്ടും. ലോങ് ലാസ്റ്റിംഗ് ആണ്, സ്മച്ച് പ്രൂഫ് ആണ്, ട്രാവൽ ഫ്രണ്ട്ലി ആണ്. പിന്നെ ഈ ഒരു ലിപ് പിൽസിൽ 3 ഷെയ്ഡ്സ് ആണ്, 3 ഒരു ബ്രൗണിഷ് ടച്ച് വരുന്ന ഷെയ്ഡ്സ് ആണ്. ഞാനിപ്പോൾ റീസെൻ്റ് ആയിട്ട് കൂടുതലും എൻ്റെ വീഡിയോസിലൊക്കെ അപ്ലൈ ചെയ്യുന്നത്, എനിക്കിത് അപ്ലൈ ചെയ്യുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടമുള്ളൊരു ഷെയ്ഡ് ഇതാണ്, അത് ഞാൻ അപ്ലൈ ചെയ്ത് കാണിക്കാം. എല്ലാ സ്കിൻ ടൈപ്പും ആർക്കും സ്യൂട്ടബിൾ ആണ് കേട്ടോ. ഈവൻ പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ലിപ്സുകാർക്ക് ഒന്നും തന്നെ അപ്ലൈ ചെയ്യേണ്ട, അതായത് ബേസ് ആയിട്ടൊന്നും അപ്ലൈ ചെയ്യേണ്ട, ഈ ഒരു ലിപ് പിൽസ് മാത്രം അപ്ലൈ ചെയ്താൽ മതി. കണ്ടില്ലേ, നല്ല ഷെയ്ഡാണ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് 3 നമുക്ക് കോംബോ വൈസിലാണ് കിട്ടുന്നത്. അതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് 399 ആണ്. ഇപ്പോൾ അത്യാവശ്യം ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെനിക്ക് തോന്നുന്നു എല്ലാ സ്കിൻ ടൂണുകാർക്കും മാച്ചിങ് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഷെയ്ഡാണ്. ആദ്യമേ എനിക്ക് ഈ ഒരു ലിപ്പിൾസ് വാങ്ങിച്ചപ്പോൾ ഇതിൻ്റെ സ്മെൽ വൈസ് നോക്കിയപ്പോൾ എന്തോ ഒരു മാതിരി ഇഷ്ടമില്ലായ്മ ഫീൽ ചെയ്തു. പക്ഷേ ഇതിപ്പോൾ കണ്ടിന്യൂസ്ലി യൂസ് ചെയ്ത് ഈ ഒരു സ്മെൽ അല്ലെങ്കിൽ ഫ്രാഗ്രൻസ് എനിക്ക് അത്രത്തോളം ഇഷ്ടമില്ലായ്മ തോന്നുന്നില്ല കേട്ടോ. അപ്പോൾ കിടിലനാണ് കേട്ടോ. ഇത് സംഭവം ശരിക്കും നല്ല രീതിക്ക് ലോങ് ലാസ്റ്റിംഗ് ആണ്, അത്യാവശ്യം നല്ല അഫോർഡബിൾ പ്രൈസ് ആണ്, ഓവറായിട്ടുള്ള പ്രൈസൊന്നും ഇല്ല. 3 ലിപ്സ്റ്റിക്കിനാണ് 399 വരുന്നത്, 399 എന്നൊക്കെ പറയാൻ പോയി, 399 വരുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഓഫേഴ്സ് ഉണ്ട്. നമുക്ക് വ്യൂ പ്രൊഡക്റ്റിലൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ അറിയാൻ പറ്റും. മിന്ത്രയിലും നൈക്കയിലും ഫ്ലിപ്കാർട്ടിലൊക്കെ നല്ല രീതിക്ക് ഓഫേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയും എമൗണ്ട് ഒന്നും കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമില്ല. ഈ 3 മിനി ആയിട്ടുള്ള ലിപ് പിൽസ് ആണ് കേട്ടോ. പിന്നെ കിട്ടിലൻ ഷെയ്ഡ്സ് ആണ്, എനിക്ക് തോന്നുന്നു റോസ് റൊമാൻറ്റിക് എന്നെങ്ങാണ്ടോ ആണ്, 01 റോസ് റൊമാൻറ്റിക് എന്നാണ് ഈ ഒരു കോംബോനെ പറയുന്ന പേര്. പിന്നെ ഇതിൻ്റെ എക്സാക്റ്റ് നെയിംസും കാര്യങ്ങളൊന്നും അവർ കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഫസ്റ്റ് കണ്ടല്ലോ, നല്ല രസമല്ലേ, നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്തത് നമ്മുടെ ഖൂബ്സൂരത് കുച്ചിപ്പിടിയാണ് കേട്ടോ. മാൾസിൻ്റെ തന്നെ ഖൂബ്സൂരത് കുച്ചിപ്പിടിയാണ്. റീസെൻ്റ് ആയിട്ട് ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്കാണ്. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുമ്പം നമുക്കിതിൻ്റെ ഫ്രാഗ്രൻസ് അല്ലെങ്കിൽ സ്മെൽ വൈസ് നോക്കുമ്പോൾ നല്ലൊരു കോഫിയുടെ അരോമ ഫീൽ ചെയ്യുന്നുണ്ട്. ഷെയ്ഡ് നമ്പർ വന്നിട്ടുള്ളത് 12 ആണ്. ഇത് ഓൾമോസ്റ്റ് ഒരു 24 ഷെയ്ഡ്സിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ പ്രൈസ് 199 ഒക്കെയാണ്, 189 180 സംതിങ്ങിനൊക്കെ നമുക്കിപ്പോൾ കിട്ടും. പിന്നെ കുറച്ചുകൂടെ ഓഫേഴ്സിൽ കിട്ടും എന്ന് എനിക്ക് തോന്നുന്നു, 179 കിട്ടാറുണ്ട്. ഇപ്പോൾ ഓഫേഴ്സൊക്കെ ഉണ്ട്, ഞാൻ വ്യൂ പ്രൊഡക്റ്റിൽ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ യൂസ്ഫുൾ ആയിട്ട്. അപ്പോൾ ഈ ഒരു ഷെയ്ഡ് ഞാൻ അപ്ലൈ ചെയ്യാം. എപ്പോഴും നമ്മൾ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഉണ്ടല്ലോ, ലിപ് ബാം നിങ്ങൾ മസ്റ്റായിട്ട് അപ്ലൈ ചെയ്യണം. പിന്നെ ലിപ് ലൈനർ വെച്ചിട്ട് ഡിഫൈൻ ചെയ്യുന്നതാണ് കുറച്ചുകൂടെ നല്ലത് കേട്ടോ. ഓക്കെ, നമുക്കിനി മാൾസിൻ്റെ ഖൂബ്സൂരത് കുച്ചിപ്പിടിയാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. 1 സ്ട്രോക്ക് ആപ്ലിക്കേഷനിൽ തന്നെ നല്ല രീതിക്ക് പിഗ്മെൻറ്റഡ് ആവുന്നുണ്ട് ലിപ്സ്, ഹൈലി പിഗ്മെൻറ്റഡ് ആണ്. പിന്നെ ലോങ് ലാസ്റ്റിംഗ് ആണോ നോക്കുകയാണെങ്കിൽ ലോങ് ലാസ്റ്റിംഗ് ആണ്, അപ് ടു ഒരു 4 അവേഴ്സ് വരെ നമുക്ക് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കും. അപ്പം മാൾസിൻ്റെ ഖൂബ്സൂരത് കുച്ചിപ്പിടി അപ്ലൈ ചെയ്യാം. ഇതാണ് നമ്മുടെ മാൾസിൻ്റെ ഖൂബ്സൂരത് കുച്ചിപ്പിടി അപ്ലൈ ചെയ്തപ്പം എൻ്റെ ചുണ്ടിന് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും ശരിക്കും നല്ലൊരു ബ്രൈറ്റ്നെസ്, നമ്മുടെ എന്താ പറയുക, ഫേസ് ഒക്കെ കാണുമ്പോൾ ഒന്നുകൂടെ ഒന്ന് എൻഹാൻസ് ചെയ്തതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ക്രീമി മാറ്റ് ഫിനിഷാണ്. അതോടൊപ്പം തന്നെ
നന്നായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യുമ്പോൾ, അതായത് വൺ സ്ട്രോക്ക് ആപ്ലിക്കേഷനിൽ തന്നെ നല്ല രീതിക്ക് നമ്മുടെ ചുണ്ടിൻ്റെ കളർ കിട്ടുന്നുണ്ട്. 4 hours വരെ ലാസ്റ്റിംഗ് ആണെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു. പിന്നെ വളരെ ലൈറ്റാണ്. അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ നല്ല രീതിക്ക് ഒരു ചെറിയ തോതിലൊരു ഹൈഡ്രേഷൻ ആൻഡ് മോയ്സ്ചറൈസേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. സ്മൂത്ത് ആണ്, ലൈറ്റ് വെയിറ്റ് ആണ്, പിന്നെ ലെഡ് ഫ്രീ ആണ്. ഗ്ലൈഡ് ഓൺ ലിപ്സ് ലൈക്ക് നമുക്ക് എക്സാക്ട്ലി പറയുകയാണെങ്കിൽ ബട്ടർ എന്നൊക്കെ പറയാൻ പറ്റും. അതോടൊപ്പം തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാനും ഭയങ്കര ഈസിയാണ്. ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു മാർസിൻ്റെ ഖൂബ്സൂരത് കുച്ചിപ്പിടി എന്ന് പറഞ്ഞ ലിപ്സ്റ്റിക്കിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഷെയ്ഡ് വന്നിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു ഫിനിഷ്, അതായത് എല്ലാ ഇന്ത്യൻ സ്കിൻ ടോണുകാർക്കും മാച്ചിങ് ആണ്. ഇന്ത്യൻ എന്നല്ല, എല്ലാവർക്കും മാച്ചിങ് ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് ആണ്. നോർമലി ചില ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് എന്ന് വെച്ചാൽ ഫെയർ മീഡിയം സ്കിന്നുകാർക്ക് മാച്ചിങ് ആയിരിക്കും, പക്ഷേ ഡാർക്ക് ആയിട്ടുള്ള സ്കിന്നുകാർക്ക് മേ ബി മാച്ചിങ് അല്ലായിരിക്കും, ഡസ്കി ആയിട്ടുള്ള ടോണുകാർക്ക്. അപ്പോൾ ഇതങ്ങനെയല്ല കേട്ടോ, എല്ലാവർക്കും മാച്ചിങ് ആയിട്ടുള്ള ഒരു ലിപ് ഷെയ്ഡാണ്. മറക്കണ്ട, ഷെയ്ഡ് നമ്പർ 12 ആണ്, ഖൂബ്സൂരത് കുച്ചിപ്പിടി. ലിപ്പിൽസും ഈ ഒരു ലിപ്സ്റ്റിക്കുമായിട്ട് കമ്പാരിസൺ ചെയ്യുമ്പം ഇത് പോക്കറ്റ് ഫ്രണ്ട്ലി പാക്കേജിങ് ആണ്. പിന്നെ പ്രൈസ് വൈസ് 3 399 ആണ് വരുന്നത്, പക്ഷെ അത്ര എമൗണ്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്ക് നല്ല രീതിക്ക് തന്നെ എല്ലാം തന്നെ ന്യൂഡ് ഷെയ്ഡ് ആണെങ്കിലും എല്ലാവർക്കും തന്നെ ചേരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ലിപ്സിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ലിപ് ലൈനറിനൊന്നും ആവശ്യമില്ല, നല്ല രീതിക്ക് തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി നമ്മുടെ മാർസിൻ്റെ ലിപ്പിൽസിൽ റിമൈനിങ് ആയിട്ടുള്ള 2 കൂടെ ഉണ്ടല്ലോ, അതും കൂടെ അപ്ലൈ ചെയ്യാം. ഇനി നമ്മൾ ഓൾറെഡി ഇതാണെന്ന് തോന്നുന്നു അപ്ലൈ ചെയ്തത്. ഓക്കെ, ഇത് നമുക്കിനി മാറ്റി വയ്ക്കാം. ഇത് രണ്ടും ഒരു എക്സാക്റ്റ് ബ്രൗണിഷ് ആയിട്ടുള്ള ഒരു ന്യൂഡ് ഷെയ്ഡാണ് കേട്ടോ. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഷെയ്ഡ്. ഞാൻ മാറ്റി വെക്കട്ടെ, അല്ലെങ്കിൽ എനിക്ക് കൺഫ്യൂസിങ് ആവും ഇനി അപ്ലൈ ചെയ്യുമ്പോൾ. ഇപ്പം തന്നെ ചെറിയ തോതിൽ ഇതാണെന്ന് തോന്നുന്നു ഞാൻ അപ്ലൈ ചെയ്തത്. ഓക്കെ, ഇത് രണ്ടും ഇപ്പം ഓൾമോസ്റ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടോ, നല്ലൊരു ബ്രൗണിഷ് ടച്ചാണ് കേട്ടോ. ശരിക്കും അമേസിങ് ആയിട്ടുള്ള അടിപൊളി കിട്ടിലനായിട്ടുള്ള ന്യൂഡ് ഷെയ്ഡ്സ് എന്ന് തന്നെ പറയാൻ പറ്റും. പിന്നെ സ്മച്ച് പ്രൂഫ്, ട്രാവൽ ഫ്രണ്ട്ലി ആണ്, പിന്നെ എന്താ പറയുക, വാട്ടർ റെസിസ്റ്റൻ്റ് ആണെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞല്ലോ. കുറച്ച് നേരം നമ്മൾ എന്നാലും വെയിറ്റ് ചെയ്യണം കേട്ടോ, ഉണങ്ങാൻ വേണ്ടിയിട്ട്. കണ്ടില്ലേ, സ്മച്ച് പ്രൂഫാണ്. ഇനി നമുക്ക് അടുത്ത ഷെയ്ഡും കൂടെ അപ്ലൈ ചെയ്യാം. ഇവിടെ പെട്ടെന്ന് അപ്ലൈ ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ ഞാൻ ലിപ് ബാം അപ്ലൈ ചെയ്യാത്തത്. പക്ഷേ നിങ്ങൾ ഒരു കാരണവശാലും ലിപ് ബാം സ്കിപ്പ് ചെയ്യാൻ പാടില്ല, അപ്ലൈ ചെയ്യുക. അപ്പോൾ നമ്മുടെ അടുത്തത് നല്ലൊരു ന്യൂഡ് ഷെയ്ഡാണ് കേട്ടോ, ശരിക്കും ബ്രൗണിഷ് ന്യൂഡ് ഷെയ്ഡ്. ഈ ഷെയ്ഡ് നമ്മൾ, അതായത് നല്ലൊരു ലിപ്പ് ലൈനർ അല്ലെങ്കിൽ ലിപ്പ് പെൻസിലൊക്കെ വെച്ചിട്ട്, അല്ലെങ്കിൽ എന്താ പറയുക, ഈവൻ ദോ നമ്മുടെ കാജൽ വെച്ചിട്ട് നന്നായിട്ട് ലൈൻ ചെയ്തിട്ട് ഒന്ന് ചെറുതായിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് ഉള്ളിൽ നമ്മൾ ഈ ഒരു ലിപ്പിൽസ്, അതായത് നമ്മുടെ ഈ ഒരു ഷെയ്ഡ്, അതായത് ഈ ഒരു ബ്രൗണിഷ് ഷെയ്ഡും പിന്നെ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ലിപ് ഗ്ലോസും അല്ലെങ്കിൽ ലിപ്പ് ഓയിലും നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ കിട്ടിലൻ ഫിനിഷ് ആയിരിക്കും കിട്ടുക. ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നിൽ ഡ്രൈ ആവുന്നുണ്ട് കേട്ടോ, ഒരുപാട് ടൈമൊന്നും എടുക്കുന്നില്ല കേട്ടോ, പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ 4ാമത്തെ ഷെയ്ഡ്. എങ്ങനെയുണ്ട്, രസമല്ലേ? എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷേ ഞാൻ കോമൺ ആയിട്ട് എപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്ന ഈ ഒരു ഷെയ്ഡാണ്. ഈ ഒരു ഷെയ്ഡ് യൂസ് ചെയ്യുമ്പോൾ എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴെപ്പോഴും ഇഷ്ടപ്പെട്ട ഒരു ഷെയ്ഡ് ആയതുകൊണ്ട് ഇത് തന്നെ കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇനി മുതൽ ഇതൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കണം. ശരിക്കും നല്ലൊരു എന്താ പറയുക, കിടിലനായിട്ടുള്ളൊരു ന്യൂഡ് ഷെയ്ഡായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. 3ഉം നമുക്ക് പോക്കറ്റ് ഫ്രണ്ട്ലി പ്രൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 3ഉം നല്ല, ഇതും നമുക്ക് പോക്കറ്റ് ഫ്രണ്ട്ലി പ്രൈസാണ്. മാർസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല പിഗ്മെൻറ്റഡും ആണ്, അറ്റ് ദ സെയിം ടൈം പ്രൈസ് ഭയങ്കര അഫോർഡബിൾ ആണ്. ഈവൻ ദോ നമ്മൾ മറ്റ്, അതായത് പല വേറെ ബ്രാൻഡ്സൊക്കെ ആയിട്ട് കമ്പാരിസൺ ചെയ്യുമ്പം എമൗണ്ട് വൈസ് നമ്മൾ നോക്കുമ്പോൾ ഭയങ്കര കൂടുതലായിട്ട് ഫീൽ ചെയ്യും. പക്ഷേ മാർസിൻ്റെ പ്രൊഡക്ട്സൊക്കെ അത്യാവശ്യം നല്ല എമൗണ്ടിൽ, അതായത് അഫോർഡബിൾ പ്രൈസിൽ കിട്ടും. പിന്നെ നല്ലൊരു ഫിനിഷാണ് കിട്ടുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ സ്കിൻ ടോണിന് മാച്ചിങ് ആയിട്ടുള്ള ഷെയ്ഡ്സൊക്കെയാണ്. അപ്പോൾ നല്ല
ടോപ്പ് 4 ന്യൂഡ് ഷെയ്ഡ്സ് ഒക്കെ നോക്കി നടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ള നല്ല കളേഴ്സാണ് ഇത്. അപ്പോൾ ഇതിൽ 3 വന്നിട്ടുള്ളത് കോംബോ ബേസിലും ഇത് മാത്രം നമ്മൾ സിംഗിളായിട്ട് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഖൂബ്സൂരത് കുച്ചുബടിയുടെ കുറച്ച് ഡീറ്റെയിൽ ഇതേപോലത്തെ ഔട്ടർ പാക്കേജിങ്ങും ബോക്സ് നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്. ബോക്സ് നമ്പർ അല്ല, എനിക്ക് തോന്നുന്നു നല്ല രീതിക്ക് സോഫ്റ്റ് ഫെദർ ലൈക്ക് ലുക്കൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ഇത് അത്രത്തോളം സ്മച്ച് പ്രൂഫ് അല്ല കേട്ടോ, നമ്മൾ പിൽസുമായിട്ട് കമ്പാരിസൺ ചെയ്യുമ്പോൾ അത്രത്തോളം അല്ല. പിന്നെ ലോങ് ലാസ്റ്റിംഗ് എന്ന് വെച്ചാൽ അത്യാവശ്യം 4 hours വരെ ലോങ് ലാസ്റ്റിംഗ് ആണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടോപ്പ് 4 എന്താ പറയുക, എനിക്ക് ഭയങ്കര പേഴ്സണലി ഇഷ്ടപ്പെട്ട 4 ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് ഇതൊക്കെയാണ്. അഫോർഡബിൾ ആണ്, നല്ല രീതിക്ക് തന്നെ ഒരു കവറേജും ഫിനിഷൊക്കെ തരുന്നുണ്ട്. പിന്നെ അപ്ലൈ ചെയ്യാനും ഭയങ്കര ഈസിയാണ്, ട്രാവൽ ഫ്രണ്ട്ലി ആണ്. അപ്പോൾ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഡേ ടു ഡേ നമ്മളിപ്പം ഓഫീസിലേക്കൊക്കെ പോകുന്ന സമയത്തൊക്കെ നമുക്ക് യൂസ് ചെയ്യാനും, അല്ലെങ്കിൽ വെറുതെ ജസ്റ്റ് ഔട്ടിങ്ങിന് പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ന്യൂഡ് ഷെയ്ഡാണ് നോർമലി ഇപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഷെയ്ഡ്സ്, അതായത് ട്രെൻഡിങ് ആയിട്ടുള്ളത്. അപ്പോൾ എല്ലാ സ്കിൻ ടോണിനും മാച്ചിങ് ആയിട്ടുള്ള നല്ല ന്യൂഡ് ഷെയ്ഡ്സ് ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയതാണ് ഈ 4 ലിപ്സ്റ്റിക്സും. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ വ്യൂ പ്രൊഡക്റ്റിൽ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. അപ്പോൾ ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ പർച്ചേസ് ചെയ്തോളൂ കേട്ടോ.